രാജ്യം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാരിൻ്റെ നിലവിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഏകപക്ഷീയമായ ഒരു ഭൂരിപക്ഷത്തോടെയല്ല ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് കൂടി ചെവി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ബി.ജെ.പിക്ക്. കേന്ദ്രമെടുക്കുന്ന തീരുമാനങ്ങളിൽ ഘടകകക്ഷികൾക്ക് അതൃപ്തി ഉണ്ടായാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഇപ്പോൾ ബി.ജെ.പിക്കുണ്ട്. മാത്രമല്ല, ഘടകകക്ഷികളെ ഒരു കാരണവശാലും പിണക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ബി.ജെ.പി. ഇപ്പോൾ. പ്രധാനമായും നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ജനതാദൾ യു, ചന്ദ്രബാബു നായിഡു നേതൃത്വം നൽകുന്ന തെലുങ്കുദേശം പാർട്ടി എന്നിവരാണ് എൻ.ഡി.എ സർക്കാരിനെ ഇന്ന് താങ്ങി നിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബി.ജെ.പിക്ക് ഇപ്പോൾ മറ്റുള്ളവരുടെ കാല് പിടിക്കേണ്ട ഒരവസ്ഥയാണെന്ന് പറഞ്ഞാൽ അതാണ് സത്യം. അതുകൊണ്ട് തന്നെ പല തീരുമാനങ്ങളും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ബി.ജെ.പി. ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താനായി പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും ബി.ജെ.പി. നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. കേന്ദ്ര ബജറ്റിൽ ആവശ്യത്തിലേറെ കാര്യങ്ങൾ 2 സംസ്ഥാനങ്ങൾക്കും കൂടി വിധിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവിടം കൊണ്ട് പ്രശ്നം തീരുന്നില്ല. കാര്യങ്ങൾ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നതിനിടയിൽ നിതീഷ് കുമാറിൻ്റെ മുഖം കറുത്തു തുടങ്ങി എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വഖഫ് ബോർഡ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ജെ.ഡി.യുവിൻ്റെയും തെലുങ്കുദേശം പാർട്ടിയുടെയും പിന്തുണ എൻ.ഡി.എക്ക് ലഭിച്ചിരുന്നു. എൻ.ഡി.എ സർക്കാരിൻ്റെ വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ച് കേന്ദ്രമന്ത്രിയും ജെ.ഡി.യു നേതാവുമായ രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗ് വ്യാഴാഴ്ച ലോക്സഭയിൽ പ്രസ്താവന നടത്തിയത് ഇതിന് തെളിവാണ്. എന്നാൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ജെ.ഡി.യുവിൽ ഭിന്നതകളുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ബില്ലിൽ നിതീഷ് കുമാർ തൃപ്തനല്ലെന്ന് പറയപ്പെടുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് സൂചനകൾ പുറത്തുവിട്ടിരുന്നു. അതിനിടെ ദളിത് സബ് കോട്ടയുടെ കാര്യത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാത്തതിൽ നിതീഷ് കുമാറിന് അതൃപ്തി ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളും എത്തിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തായി ബീഹാർ മുഖ്യമന്ത്രിയെ പൊതുവേദികളിൽ കാണുന്നത് അപൂർവമാണ്. മാത്രമല്ല, മാധ്യമപ്രവർത്തകരിൽ നിന്ന് നിതീഷ് കുമാർ അകലം പാലിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, കേന്ദ്ര സർക്കാരുമായി ശീതസമരത്തിൽ തന്നെയാണ് നിതീഷ് എന്ന് ഉറപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും പുറത്തു വരുന്നത്. ഇതുമാത്രമല്ല, നിതീഷ് കുമാറിൻ്റെ മൗനത്തിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 3 ദശാബ്ദങ്ങളിലെ നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക് അദ്ദേഹം മുസ്ലിം വോട്ടുകൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുവെന്ന് മനസ്സിലാക്കും. പലതവണ അദ്ദേഹം ബി.ജെ.പിയുമായി കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിലും മുസ്ലിം വോട്ടുകളിൽ അദ്ദേഹത്തിനുള്ള പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദി കാരണമാണ് അദ്ദേഹം ആദ്യമായി എൻ.ഡി.എയുമായി അകന്നത്. CAA വിഷയത്തിൽ ബി.ജെ.പിയിൽ നിന്ന് വ്യത്യസ്ത നിലപാടാണ് അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചിരുന്നതും. വഖഫ് ബോർഡ് വിഷയത്തിൽ താൻ ബി.ജെ.പിയുടെ നിലപാടിനോട് തൃപ്തനല്ലെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കിയതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് വെള്ളിയാഴ്ച ബിൽ ജെ.പി.സിക്ക് അയക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതിനിടെ നിതീഷ് കുമാറിനോട് അടുപ്പമുള്ള നേതാവും ബീഹാർ ജലവിഭവ പാർലമെന്ററി കാര്യ മന്ത്രി വിജയ് കുമാർ ചൗധരി വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ ശ്രമിച്ചത്. ജെ.ഡി.യുവിലെ വഖഫ് ബില്ലിനെക്കുറിച്ചുള്ള ലാലൻ സിംഗിൻ്റെ പ്രസ്താവന പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതായി ഇന്ത്യൻ എക്സ്പ്രസ് വ്യക്തമാക്കുന്നു. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകളും ആശങ്കകളും ഉള്ളതിനാൽ ബിൽ സംയുക്ത സമിതിക്ക് കൈമാറാനുള്ള കേന്ദ്രത്തിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും വിജയ് ചൗധരി വ്യക്തമാക്കിയിരുന്നു. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൻ്റേതായ രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നുള്ളത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാട് കൂടിയാണ്. വഖഫ് ബില്ലിനെക്കുറിച്ച് ഇതിനകം തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന ജെ.ഡി.യുവിൻ്റെ മുസ്ലിം നേതാക്കൾ ചൗധരിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം ബില്ലിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ടെന്നുള്ളതും മാറ്റങ്ങളുടെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടുന്നു. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ന്യായമായ ആശങ്കകളുണ്ടെന്ന് ജെ.ഡി.യു നേതാവും മുൻ MLC-യുമായ ഗുലാം ഗൗസ് വ്യക്തമാക്കിയിരുന്നു. നിലവിലെ കേന്ദ്ര സർക്കാരിനുള്ള വിശ്വാസമില്ലായ്മയാണ് ഇതിന് കാരണമെന്നും ഇത് സംയുക്ത സമിതിയുടെ അവലോകനത്തിന് അയച്ചത് നന്നായെന്നും ജെ.ഡി.യു ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ രാജ്യസഭാ MP-യുമായ ഗുലാം റസൂൽ ബലവിയും പറഞ്ഞിരുന്നു. ഞങ്ങൾ വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നുവെന്നും ക്ഷേത്രങ്ങളുടെയും മഠങ്ങളുടെയും കാര്യത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്രം ആലോചിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും ഗുലാം റസൂൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ബില്ലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ലാലൻ സിംഗിൻ്റെ പ്രസ്താവനയോട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നാണ് മുതിർന്ന ജെ.ഡി.യു നേതാവിനെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് വ്യക്തമാക്കുന്നത്. യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ പോലും മുസ്ലിം നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിന് പാർട്ടി അനുകൂലമായിരുന്നു. എന്നാൽ അവയുമായി ബന്ധപ്പെട്ട ചില മതപരമായ പ്രശ്നങ്ങൾ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ലാലൻ സിംഗിൻ്റെ നിലപാട് പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വിഷയം സംയുക്ത പാർലമെന്ററി പാനലിന് കൈമാറിയതിനാൽ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കുകയാണെന്നും ഇന്ത്യൻ എക്സ്പ്രസ് എഴുതുന്നു.
മറ്റൊരു പ്രധാന വിഷയം ദളിത് സബ് കോട്ട സംബന്ധിച്ച സുപ്രീം കോടതി വിധിയും കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനവുമാണ്. ആഗസ്റ്റ് 1 ദളിത് സബ് കോട്ട സംബന്ധിച്ച സുപ്രീം കോടതി വിധിയിൽ നിതീഷ് കുമാറും JDUവും ഏറെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. 2007 നിതീഷ് കുമാർ മഹാദളിത് എന്ന ആശയം കൊണ്ടുവന്നത്. ബീഹാറിലെ മഹാദളിത് വിഭാഗത്തിൽ ഉൾപ്പെട്ട ജാതിക്കാർക്കായി നിതീഷ് സർക്കാർ നിരവധി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. OBC കോട്ടയിൽ പ്രത്യേക കോട്ടയും നിതീഷ് കുമാർ സൃഷ്ടിച്ചു. 2023 പിന്നോക്കക്കാർക്കും ഏറ്റവും പിന്നോക്കക്കാർക്കും പ്രത്യേക സംവരണം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം നിയമമുണ്ടാക്കി. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദളിത് സബ് കോട്ടയുടെ യഥാർത്ഥ സൃഷ്ടാവ് നിതീഷ് കുമാർ തന്നെയാണ്. എന്നാൽ ദളിത് സബ് കോട്ട തീരുമാനം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ വിസമ്മതിച്ചപ്പോൾ നിതീഷ് കുമാറിനും പാർട്ടിക്കും അത് ഏറ്റവും വലിയ അടിയായി. രാജ്യത്ത് ആദ്യമായി ജാതി സെൻസസ് നടത്തിയത് ബീഹാറിലാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യാനുപാതികമായി നിതീഷ് കുമാർ സംവരണം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സംവരണം വർദ്ധിപ്പിക്കുന്നത് സുപ്രീം കോടതിയിൽ എത്തിയതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിയുകയായിരുന്നു. 2014 പൊതുതെരഞ്ഞെടുപ്പിൽ BJPയെ അധികാരത്തിലെത്തിച്ച ബുദ്ധി പ്രശാന്ത് കിഷോറിൻ്റേതായിരുന്നു. ഈ പ്രശാന്ത് കിഷോർ ഇപ്പോൾ ബീഹാർ കേന്ദ്രമാക്കി പുതിയ രാഷ്ട്രീയ സഖ്യം രൂപീകരിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പ്രശാന്ത് കിഷോറിൻ്റെ ഈ നീക്കത്തിൽ നിതീഷ് കുമാർ അസ്വസ്ഥനാണ്. പ്രശാന്ത് കിഷോർ തേജസ്വി യാദവിനെയും ലാലു പ്രസാദ് യാദവിനെയും ആക്രമിക്കുക മാത്രമല്ല നിതീഷ് കുമാറിനെതിരെയും നീങ്ങുന്നുണ്ട്. പ്രശാന്ത് കിഷോറിനെ BJPയുടെ B ടീമെന്ന് വിളിച്ചാണ് RJD നേതാക്കൾ പ്രതിരോധിക്കുന്നത്. എന്നാൽ നിതീഷ് കുമാറിന് പ്രശാന്ത് കിഷോറിനെതിരെ ഒന്നും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം പ്രശാന്ത് കിഷോറിൻ്റെ പ്രവർത്തനങ്ങളിൽ BJP നിഗൂഢമായ മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് മത്സരിക്കാൻ 40 സീറ്റുകൾ നൽകുമെന്ന് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിതീഷ് കുമാർ സ്ത്രീകൾക്കിടയിൽ ഏറ്റവും ജനപ്രിയനാണ്. അപ്രതീക്ഷിതമായ ചില പ്രസ്താവനകളിലൂടെ പ്രശാന്ത് കിഷോർ സ്ത്രീ വോട്ടർമാർക്കിടയിൽ ജനപ്രിയനായി മാറാനുള്ള ശ്രമത്തിലാണ്. പ്രശാന്ത് കിഷോറുമായി ബന്ധപ്പെട്ട് JDUവിന് മേലുള്ള സമ്മർദ്ദം തുടർച്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തം. എന്നാൽ ഇക്കാര്യത്തിൽ BJP ഒരക്ഷരം പോലും പറയുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. നിതീഷ് കുമാറിനെ ഉൾപ്പെടുത്താത്ത ഒരു കളി ബീഹാറിൽ നടക്കുന്നുണ്ടോ എന്ന സംശയം JDUവിന് ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. പ്രശാന്ത് കിഷോർ ഒരു പാർട്ടി ആരംഭിക്കുക, സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കളെയും വിമർശിക്കുക, BJPയെ വിമർശിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ JDUവിലും നിതീഷ് കുമാറിനും സംശയം ഉയർത്തുന്നുണ്ട്. എന്തായാലും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് NDA മുന്നണിയിൽ നിതീഷ് കുമാർ തൃപ്തനല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സൂചനകളുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ BJP ഈ അടുത്തെടുത്ത പല തീരുമാനങ്ങളിലും JDU അരിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് നൽകിയ വമ്പൻ പദ്ധതികൾ ഒരു പരിധിവരെ നിതീഷ് കുമാറിനെ തൃപ്തിപ്പെടുത്തിയേക്കാം. എന്നാൽ തൻ്റെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന സാഹചര്യം വരികയാണെങ്കിൽ ഉറപ്പായും നിതീഷ് കുമാർ പ്രതികരിക്കുകയും BJPക്ക് ഇഷ്ടപ്പെടാത്ത പല തീരുമാനങ്ങളും എടുക്കുകയും ചെയ്തേക്കും. അത്തരത്തിലുള്ള 1-2 തീരുമാനങ്ങൾ എടുക്കാറായിരിക്കുന്നു എന്ന സൂചനകളാണ് വഖഫ് ബിൽ, ദളിത് സബ് കോട്ട, പ്രശാന്ത് കിഷോർ എന്നീ പ്രശ്നങ്ങളിലൂടെ പുറത്തുവരുന്നത്.